ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ്. ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? ഞാനിവിടെ 1 കിലോ ചിക്കൻ പീസസ് ആക്കി നല്ലോണം ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സ്മോൾ ഒണിയൻ, ചെറിയ ഉള്ളി 1 കപ്പ് നിറച്ചും വേണം. അത് നമ്മൾ ആദ്യം നല്ല ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ, തക്കാളി 2 എണ്ണം, 2 നമ്പേഴ്സ് ചെറിയ സ്മോൾ പീസസ് ആക്കി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതായത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജിഞ്ചർ, ഇഞ്ചി നല്ലോണം ചതച്ച് വെച്ചിട്ടുണ്ട്, നല്ലോണം ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് വേണ്ട സാധനങ്ങൾ: ഉണക്കമുളക്, അതായത് ഡ്രൈ ചില്ലി ഞാനിവിടെ ഒരു 7 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. 5 or 6 നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനനുസരിച്ച് എടുത്തു വയ്ക്കുക. ഏലക്ക, കാർഡമം ഒരു 4 എണ്ണം. പെപ്പർ പൗഡറാണ് ഞാൻ എടുത്തേക്കുന്നത്. പെപ്പർ വേണമെങ്കിലും എടുക്കാം, കുറച്ചെടുക്കാം, എരിവിന് ആയിട്ട് ഉള്ളതായിട്ട് എടുക്കാം. പിന്നെ പട്ട ഒരു ചെറിയ പീസസ് ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ജീരകം, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. സാദാ ജീരകം 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി. ഇത്രയും നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് ഉപ്പ് ചേർക്കാനുണ്ട്, കറിവേപ്പില, ഉണക്കമുളക് താളിക്കാനായിട്ട്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നേ നോക്കാം. നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ജീരകം, പെരിഞ്ജീരകം, ഏലക്ക, കാർഡമം, പിന്നെ നമുക്ക് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട് ജീരകം, പെരിഞ്ജീരകം എടുത്തു വെച്ചിരുന്നത് ഇട്ടിട്ടുണ്ട്. ഏലക്ക, പട്ട, ഗ്രാമ്പു ഇത് നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഡ്രൈ ചില്ലീസ്, ഉണക്കമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉണക്കമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2 മിനിറ്റ്സ് സിമ്മിൽ വെച്ചിട്ട് വേണം ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് മല്ലിപ്പൊടി എടുത്തു വെച്ചിരുന്നതും കുരുമുളക് പൊടിയും പെപ്പർ പൗഡറും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഫ്രൈ ചെയ്യാം. ഈ സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം നല്ലോണം ഫ്രൈ ചെയ്യാനായിട്ട്. ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഉള്ളി കട്ട് ചെയ്യണ്ട, അങ്ങനെ തന്നെ ഉള്ളി മുഴുവനോടെ തന്നെ ഇടണം. ഇട്ടിട്ട് ഇത് നല്ലോണം ഫസ്റ്റ് ഫ്രൈ ചെയ്ത് എടുക്കണം. ഉള്ളി നല്ലോണം വഴറ്റി എടുക്കണം, നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്സ് നല്ലോണം കുക്ക് ചെയ്യണം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ച് വെച്ചതും ആഡ് ചെയ്തു. ഇതും നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ടൊമാറ്റോയും ആഡ് ചെയ്തു. ഇത് എല്ലാം നല്ലോണം ഫ്രൈ ആയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ചിക്കനും ആഡ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, ടർമറിക് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ എല്ലാം നല്ലോണം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൗഡേർഡ് ആക്കി വെച്ചിരുന്ന, ഡ്രൈ ഫ്രൈ ചെയ്ത് മിക്സിയിലിട്ട് പൗഡേർഡ് ആക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. നമ്മുടെ മസാല പൗഡറൊക്കെ ആഡ് ചെയ്തിട്ട് ചിക്കൻ എല്ലാം നല്ലോണം ഗ്രേവി ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ്സും കൂടെ നമുക്കിത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം മല്ലിയിലേക്കിട്ട് ഗാർണിഷ് ചെയ്യാം. നമ്മുടെ ഗ്രേവിയൊക്കെ കണ്ടോ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ്സും കൂടെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ റെഡിയായി. റോസ്റ്റ് പോലെ ആക്കിയെടുക്കണം. മല്ലിയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇത് നാടൻ കോഴിയിലും നമുക്ക് ചെയ്യാവുന്നതാണ്.
എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.